എല്ലാവർക്കും ഡ്യൂഡീസ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാഴയിലയുടെ ചാറ് കൊണ്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വാഴയില കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വാഴയിലയിലെ ആൻറ്റി ഓക്സിഡൻസ് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു വാഴയിലയാണ്. ഇപ്പോൾ ഞാൻ തളിരായിട്ടുള്ള വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഏലക്ക പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്, നെയ്യ്, 1 കപ്പ് വെള്ളം, കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും. അപ്പോൾ നമുക്ക് ആദ്യം വാഴയില മുറിച്ചെടുക്കാം. അപ്പോൾ ആ നടുക്കത്തെ തണ്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം വാഴയില മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ 2 സൈഡിലേ മുറിച്ചെടുത്ത് വെക്കാം. ഇത് കുഞ്ഞതായിട്ട് മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അതിൻ്റെ കൊത്തെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കൊത്തെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ നേർ പകുതിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പകുതിയിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാൻ ചൂടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അതിൽ കട്ട വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇപ്പോൾ വേണമെങ്കിൽ നല്ലതുപോലെ പൊടിയാക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല, ജസ്റ്റ് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതെപ്പോഴും നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലേ നന്നായിട്ട് കുറുകി വരുമ്പോൾ അടി പിടിക്കാണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ പരുവായിട്ടുണ്ട്. നമ്മളിത് ഇളക്കുമ്പോഴത്തേക്കും പാനിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ചൂടോട് തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റ് ഇതിന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കി നോക്കാം. ഇത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇതിൽ വാഴയിലയുടെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കറക്റ്റ് നമ്മുടെ അലുവയുടെ പരുവത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.